അന്ന് മൻമോഹൻ സിംഗിൻ്റെ ഭരണമാണ്. അദ്ദേഹം ഒരു ക്യാബിനറ്റിൽ ഇരിക്കുമ്പോൾ ഒരു റിപ്പോർട്ട് എടുത്ത് വായിച്ചിട്ട് മൻമോഹൻ സിംഗ് പൊട്ടിച്ചിരിക്കുന്നു. അത് വലിയ സംഭവമല്ലേ? മൻമോഹൻ സിംഗ് ചിരിക്കുന്ന ആരും കണ്ടിട്ടില്ല. അത് ശരിയാ സർ. ആക്ച്വലി എന്താ സർ സംഭവിച്ചത്? ഇദ്ദേഹത്തെ ചിരിപ്പിച്ച വിഷയം എന്താണെന്ന് അറിയാനായി കൗതുകം. താൻ എന്താ ഈ വളഞ്ഞു കൊണ്ടുവരണേ? പറയടോ. ആരോ മന്ത്രിമാർ ചോദിച്ചു, എന്താണ് ചിരിക്കുന്നത്, എന്താണ് പതിവില്ലാതെ ചിരിക്കുന്നത്? അപ്പോൾ മൻമോഹൻ പറഞ്ഞു, ഇത് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോട് ചേർന്ന് തന്ന ഒരു റിപ്പോർട്ടാണ്. ഞങ്ങൾക്ക് ഹൈവേക്ക് 45 മീറ്റർ വേണ്ട, 35 മതി എന്ന് എല്ലാവരും കൂടി പാസ്സാക്കിയിരിക്കുന്നു. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ഈ പുള്ളി ചിരിക്കുന്നത് ലോകത്തെല്ലാവരും ഞങ്ങളുടെ ഹൈവേയുടെ വീതി കൂട്ടണം, കൂടുതൽ ഫെസിലിറ്റി വേണമെന്ന് പറയുമ്പം ഞങ്ങളുടെ ഹൈവേക്ക് വീതി കുറച്ച് തരണം എന്നും പ്രധാനമന്ത്രിക്ക് അപേക്ഷ കൊടുത്ത ഏക സംസ്ഥാനം കേരളമാണ്. ഇതാണ് രാഷ്ട്രീയക്കാർക്കും നമ്മുടെ പൊതു സംവിധാനത്തിലുള്ളവർക്കും ഒക്കെ നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള വീക്ഷണം. ഇത് മാത്രമേ ഉള്ളൂ കേരളത്തിന് കുഴപ്പം. പൊതുവാൾജി എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. കൂൾ ഡൗൺ കെആർപി, കൂൾ ഡൗൺ. നമുക്ക് പിന്നെ നിയമപരമായി തന്നെ ഒതുക്കാം. വേണ്ടി വന്നാൽ ഒരു കലാപം തന്നെ ഇവിടെ പൊട്ടി പുറപ്പെട്ടേക്കാം. അദ്ദേഹം പറഞ്ഞ ഒന്നാമത്തെ പച്ചക്കള്ളം എന്താണ്? ദേശീയപാത 30 മീറ്റർ ആക്കി ചുരുക്കണമെന്ന് കേരളത്തിൽ CPIM നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞു എന്നുള്ളതാണ്. എവിടെ നിന്ന് കിട്ടിയ വിവരമാണ്? കഴുതേ, ഇനി നീ ഇവിടെ രാഷ്ട്രീയം പറഞ്ഞു കേട്ടാൽ ഇട്ടിച്ചതിന്റെ അസ്ഥിയിൽ ഓടിക്കും. ബ്ലഡി ഫൂൾ. ഏത് പത്രത്തിൽ നിന്ന് കിട്ടിയ വിവരമാണ്? ഇനി ആരും സൂത്രം കാണിച്ചാ യോഗം വിളിച്ചു കൂട്ടിയപ്പോൾ എല്ലാവരും 30 മീറ്റർ യാതൊരു കാരണവശാലും കൂട്ടരുത്. അങ്കമാലി മുതൽ അരൂർ ചേർത്തല വരെ നോക്കൂ, ഇപ്പൊ 30 മീറ്ററിലാണ് നല്ല റോഡ് ഇട്ടിരിക്കുന്നത്. ആ റോഡിന്റെ 2 സൈഡും കണ്ടാൽ തന്നെ അത് വെട്ടിമാറ്റിയാൽ തന്നെ പിന്നെ 30-നും കുറയ്ക്കാൻ കഴിയുമെന്ന സ്ഥിതിയാണ് ഇപ്പൊ അതിന്റെ അനുഭവത്തിൽ നിന്നുണ്ടാകുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അഭിപ്രായം വന്നു. അയ്യോ, ആൾ പാർട്ടീസ് യോഗത്തിലെ ചർച്ചയിൽ എല്ലാവരും ഏകകണ്ഠമായി 30 മീറ്ററിൽ കൂടാൻ പാടില്ല എന്ന് തീരുമാനിച്ചു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയെ കണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞാൽ അദ്ദേഹം കണിശമായി ഇത് അംഗീകരിക്കും എന്ന് പറഞ്ഞിട്ട് ഉള്ള അഭിപ്രായമാണ് വന്നത്. ചരിത്രവും യാഥാർത്ഥ്യവും ഒക്കെ മുന്നോട്ട് വരുമ്പോ കേരളം ഓർക്കുന്നത് എന്തായിരിക്കും? അല്ല, ഈ 2 വീഡിയോയ്ക്കുള്ള മറുപടി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഏതെങ്കിലും ഒരു ജില്ലയിൽ പോയി ഇപ്പൊ നോക്കിയാൽ മതി. എത്ര മീറ്ററിലാണ് കേരളത്തിലെ ദേശീയപാത ഇപ്പൊ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. എത്രയും പെട്ടെന്ന് അവനെ പിടിച്ചോണ്ട് പോയില്ലെങ്കിൽ നല്ല ചുട്ട അടി കിട്ടും പറഞ്ഞു. അയ്യോ വേണ്ട, ഇപ്പൊ പോയേക്കാം. എനിക്ക് മടുത്തടാ, ഞാൻ എന്റെ ജീവൻ കൊടുക്കാൻ പോവുക.